सजन रे झूठ मत बोलो, खुदा के पास जाना है। न हाथी है न घोड़ा है, वहाँ पर पैदल ही जाना है। सजन रे झूठ मत बोलो, तुम्हारी महल शोभारे यहीं रह जाएंगे सारे। अकड़ किस बात की प्यारे, अकड़ किस बात की प्यारे, सर फिर भी झुकाना है। भला की जो भला होगा, बुरा कीजिए बुरा होगा। वही लिख लिख के क्या होगा, यही सब कुछ छोड़ के जाना है। सजन रे झूठ मत बोलो, खुदा के പാസ് ജാനാ ഹേ. ഞാൻ ഈ പാട്ട് പാടിയത് നല്ല മൊഞ്ചുള്ള അർത്ഥ മനസ്സിലായാ, അങ്ങനെ പാടിയതാ ഇത്. പിന്നെ ഞാനൊരു നല്ല രസം പറയാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കാടൂ, ടൈം ഉണ്ടെങ്കിൽ കണ്ടോ. അതായത് ഞാൻ ഒമാനിലുള്ള സമയത്ത് നമ്മളെ സെറൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു സുഹൃത്ത്, ആ സുഹൃത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം എൻ്റെ അടുത്ത് വരൂ. അതായത് കുറച്ച് അടിക്കുന്നതിൽ പെട്ടതാ. അപ്പോൾ ഐസിൻ്റെ കുപ്പി, വെള്ളത്തിൻ്റെ കുപ്പി ഞങ്ങൾ ഫ്രീസറിലിട്ടിട്ട് ഐസാക്കും. അപ്പോൾ ഇവർ പരിപാടിക്ക് മങ്കുറിനി അടിക്കാൻ വേണ്ടിയിട്ട് ഈ കുപ്പി വെള്ളം മേടിക്കും ഐസായത്. അപ്പോൾ പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് സഞ്ചിയിലെല്ലാം ഇട്ടിട്ട് നമ്മൾ കൊടുക്കണം. അവൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചത്, രസമായിട്ടുള്ളത്. അവൻ്റെ പേര് ഹൈർ എന്നാണ്, പേരും നല്ല മൊഞ്ചുള്ള പേരാണ് കേട്ടാ. അവന് ഖബർസ്ഥാനിലെ വിറ്റ കഥയാണ് ഞാനിപ്പം പറയേണ്ടത് നിങ്ങളോട്. ഖബർസ്ഥാൻ വിറ്റുവിട്ടു. അതായത് ഇവനിക്ക് ദുബായിൽ കുറേ ഷേക്കന്മാരിലുണ്ട്. അപ്പോൾ അതിലൊരു ഷേക്കിനോട് പറഞ്ഞ് ഞാൻ ബാങ്കറാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, നല്ല റൗണ്ട് ഓഫ് പോട്ടിൻ്റെ അടുത്ത് അടിപൊളി സ്ഥലമുണ്ട്, ഞാൻ നിനക്ക് മേടിച്ച് തരാം. അവർ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഉള്ളത്, അത് പെട്ടെന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നീ പൈസ എടുത്ത് വെച്ചോ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി, ദുബായിക്കാരനെയും കൂട്ടിയിട്ട് ഷേക്കിനെയും കൂട്ടിയിട്ട് കള്ളും കുടിച്ച് രണ്ടുപേരും വന്ന് രാത്രിയായി. രാത്രിയിൽ അന്ന് ഒരു 10-20 കൊല്ലം മുമ്പുള്ള കഥയാണ്, 25 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. അന്ന് അത്ര വലിയ റൗണ്ട് ഓഫ് പോട്ടില്ല, വെളിച്ചവും കാര്യമൊന്നും അത്ര വലിയ പുരോഗമനമൊന്നും ആയിട്ടില്ല ആ സമയത്ത്. ആ സ്ഥലത്ത് ഫലജൽ കബായിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, സൊഹാറിൽ. അങ്ങനെ രാത്രി വന്നിട്ട് ഈ ഖബർസ്ഥാൻ ഓനങ്ങ് കാണിച്ചു കൊടുത്തിട്ട് ഇവന് കള്ളിൻ്റെ പുറത്തല്ലേ ഉള്ളേ, പൈസ ഇങ്ങനെ നല്ല ഫിറ്റാക്കി കൊടുത്തു ഓന. അങ്ങനെ പൈസ തേച്ച് മേടിച്ച് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു 50 ലക്ഷം റുപ്യ, 2 കോടി റുപ്യൻ്റെ സ്ഥലമാണെന്നെല്ലാം പറഞ്ഞ് അവർക്ക് പൈസയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ 50 ലക്ഷം റുപ്യ എനിക്ക് കൊടുത്ത്. അങ്ങനെ ഞാൻ ഇത് കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പിന്നെയും 2-3 പേർക്ക് അടിച്ച് ഒഴിച്ചു കൊടുത്ത് ഫുള്ള് ബോധം കെട്ടിട്ട് അവൻ വണ്ടിയിൽ AC ഇട്ടിട്ട് കടന്നു. ഞാൻ പൈസ എല്ലാം കൊടുത്തിട്ട് വരുന്നതെന്നും പറഞ്ഞ് ഹൈർ പോയി 50 ലക്ഷം കൊടുത്തിട്ട്. രാവിലെ ബോധം വന്ന സമയത്ത് ഈ ദുബായ് സിറ്റീസ് ആ സ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ സ്ഥലം ഖബറിസ്ഥാനാണ്. ഒരുപാട് ഖബറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ലാ, അങ്ങനത്തെ ഒരു ഹൈർ ഉണ്ടായിരുന്നു. പേര് ഹൈർ എന്നാണ്. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ലോക കുരുത്തക്കേടാണ് എനിക്ക്. അങ്ങനത്തെ എല്ലാം കഥ. സജ്ജനരെ ജൂട്ട് മത്ത് പോലോ, മുത്തുമണികളെ കളവ് പറയല്ലേ. ഖുദാക്കെ പാസ് ജാനാ ഹെ, പടച്ചോൻ്റെ അടുത്ത് പോകാനുണ്ട്. ന ഹാത്തിയെ ന ഗോഡ ഹെ, അവിടെ പോകാൻ കുതിരയും ഇല്ല, ആനയും ഇല്ല, BMW ഇല്ല, നടന്നിട്ട് തന്നെ പോകണമെന്ന്. ചൽക്കെ ഹി ജാനാ ഹേ. നല്ല രസമുള്ള അർത്ഥമല്ലേ. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടി. തുമാരി മെഹൽ ശോഭാരെ യഹി രഹ ജാഹേങ്കെ സാരെ, നീ വലിയ കൊട്ടാരം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. അക്കട് കിസ് ബാത്ത് കി പ്യാരേ, എന്തിനാ നീ അഹങ്കരിക്കുന്നതെന്ന്. സർ ഫിർ ബി ജുക്കാനാ ഹെ, ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം നിൻ്റെ തല കുനിച്ചേ മതിയാകൂന്ന്. ബലാ കി ജെ ബലാ ഹെ, കുരുത്തക്കേട് കളിക്കുന്നവനിക്ക് വിജയം കുരുത്തക്കേട് തന്നെ. നല്ലത് ബുരാക്കി ജെ ബുരാ ഹെ, നല്ലത് ചെയ്യുന്നവനിക്ക് നല്ലത്. വഹി ലിക്ക് ക്യാ ഹോഗാ, അവിടെ തന്നെ എഴുതി ഇങ്ങനെ വെച്ചിട്ട് എന്താകും. അതവിടെയാണ് ഒരു പാട്ട് വന്നത്. ഏത്? ബച്ചപ്പൻ കേലുമേ കോയ ജവാനി നീന്ത് പർ സോയ ബുഡാപ്പ ദേക്ക് കയറോയ. ബോറടിച്ചിട്ടുണ്ട് ക്ഷമിക്ക്, ബോറടിച്ചിട്ടില്ലെങ്കിൽ കണ്ടോ. ഓക്കെ,
ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ടുള്ള പരിപാടിയാണ് എൻ്റെ ഇത്. ഓക്കെ, കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള ഒരു കുരുത്തക്കേട് കളിക്കുന്നതാണ്. ചലോ പോയി ഹുദാ ഹെ.